ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ദൈവവചന കൂട്ടായ്മയിലെ എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. ഇന്ന് പെസഹ വ്യാഴം. യേശു കർത്താവ് അന്ത്യത്താഴം ആചരിച്ചതിൻ്റെ ഓർമ്മ പുതുക്കുന്ന ദിവസം. അതല്ല എങ്കിൽ യേശു കർത്താവ് തിരുവത്താഴം ആരംഭിച്ചതിൻ്റെ ഓർമ്മ പുതുക്കുന്ന ദിവസമാണ് ഇന്നും. ക്രിസ്തുസഭ മുഴുവനും കർത്താവിൻ്റെ അത്താഴത്തെ വിശുദ്ധമായി അനുഷ്ഠിക്കുകയും ആചരിക്കുകയും ചെയ്തതിൻ്റെ ഒരു പുണ്യദിനമായിട്ടാണ് ഇന്ന് നാം കാണുന്നത്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും നിക്കോളാസ് ഇഫക്റ്റ് എന്ന ഒരു പദം. ഒരു കുടുംബത്തിൽ ഉണ്ടായ ദുരിതപൂർണമായ അനുഭവത്തിൽ നിന്നും വന്ന ഒരു പദമാണ് നിക്കോളാസ് ഇഫക്റ്റ്. ഒരു അമേരിക്കൻ കുടുംബം അവധിക്കാലം ചെലവഴിക്കാൻ ഇറ്റലിയിലെത്തി. അപ്പനും അമ്മയും 2 മക്കളും ഒരു കാറിൽ യാത്ര ചെയ്യുകയായിരുന്നു. അവർ യാത്ര ചെയ്യുമ്പോൾ പിറകിൽ ഒരു കാർ വന്ന് പ്രത്യക്ഷപ്പെടുകയും കവർച്ചക്കാർ അവരുടെ വാഹനത്തിൽ കയറി വെടിവെക്കുകയും 12 വയസ്സുള്ള തങ്ങളുടെ മകൻ നിക്കോളാസ് മാരകമായി മുറിവേറ്റ് ആശുപത്രിയിൽ അഭയം പ്രാപിക്കുകയും ചെയ്യുകയാണ്. നിക്കോളാസ് എന്ന ആ കുഞ്ഞിൻ്റെ പിതാവ് വളരെ വേദനയിലും സങ്കടത്തിലുമായിരുന്നു. എന്നാൽ ഡോക്ടർമാർ ആ കുഞ്ഞിന് കൃത്രിമ ശ്വാസം നൽകുന്ന ഉപകരണത്താലാണ് ജീവൻ നിലനിർത്തിയത്. നിക്കോളാസിൻ്റെ പിതാവ് റെഗ് ഡോക്ടറോട് പറഞ്ഞു, ഞങ്ങളുടെ പ്രിയപ്പെട്ട നിക്കോളാസിൻ്റെ നഷ്ടം ഏറെ വേദനയുള്ളതാണെങ്കിലും അവൻ്റെ അവയവങ്ങൾ ആരുടെയെങ്കിലും ജീവൻ നിലനിർത്തുന്നുവെങ്കിൽ അവർക്ക് ഉപയോഗിക്കാൻ വേണ്ടി ഞങ്ങൾക്ക് തരാൻ സമ്മതമാണ്. അങ്ങനെ നിക്കോളാസിൻ്റെ അവയവങ്ങൾ ദാനം ചെയ്തു. 9 വയസ്സുള്ള ഒരു പെൺകുട്ടി നിക്കോളാസിൻ്റെ ഹൃദയം സ്വീകരിച്ചു. കരൾ മറ്റൊരാൾക്കും കിഡ്നി വേറൊരാൾക്കും, കണ്ണുകൾ മറ്റൊരാൾക്കും. അങ്ങനെ 7 പേർക്ക് നിക്കോളാസിൻ്റെ അവയവങ്ങൾ ദാനം ചെയ്തു. 1 വർഷം കഴിഞ്ഞ് നിക്കോളാസിൻ്റെ അവയവങ്ങൾ നിമിത്തം ജീവൻ തിരിച്ചു കിട്ടിയ ആ 7 പേർക്കും അമേരിക്കൻ കുടുംബത്തോട് നന്ദി അറിയിക്കണം, നന്ദി പറയണം എന്ന താല്പര്യമുണ്ടായി. അവരങ്ങനെ ആ നിക്കോളാസിൻ്റെ പിതാവിനെ വിളിക്കുകയും തങ്ങൾക്ക് നിർബന്ധമായിട്ടും നിങ്ങളെ കുടുംബമായിട്ട് കണ്ട് നന്ദി പറയണം എന്നറിയിക്കുകയും ചെയ്യുകയും ചെയ്തു. ഈ വാർത്ത വളരെ പ്രാധാന്യത്തോടു കൂടെ അന്നത്തെ പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി. ആ പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്തപ്പോൾ അവർ ഇട്ട പദമാണ് നിക്കോളാസ് ഇഫക്റ്റ്. പ്രിയപ്പെട്ടവരെ, യേശു സ്വന്തം ശരീരത്തെ ദാനം ചെയ്യാൻ പോകുന്നുവെന്ന് പ്രഖ്യാപിക്കുകയാണ്. തൻ്റെ ശരീരവും രക്തവും നിങ്ങൾക്ക് ഭക്ഷണമായി നൽകുന്നു എന്ന് പ്രഖ്യാപിക്കുകയാണ് പെസഹ വ്യാഴത്തിലൂടെ. കൊരിന്ത്യർക്കെഴുതിയ 1-ാം ലേഖനം 11-ാം അധ്യായം 24-ഉം 25-ഉം വാക്യങ്ങൾ. അവൻ അപ്പമെടുത്ത് സ്തോത്രം ചൊല്ലി നുറുക്കി, ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എൻ്റെ ശരീരം, എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവീൻ എന്ന് പറഞ്ഞു. അവണ്ണം തന്നെ അത്താഴം കഴിഞ്ഞതിന് ശേഷം അവൻ പാനപാത്രം എടുത്തു, ഈ പാനപാത്രം എൻ്റെ രക്തത്തിൻ്റെ പുതിയ നിയമം ആകുന്നു, ഇത് കുടിക്കുമ്പോഴൊക്കെയും എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവീൻ എന്ന് പറഞ്ഞു. ഇത് കുടിക്കുമ്പോഴൊക്കെയും എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവീൻ. യേശുവിൻ്റെ മഹത്തായ സ്നേഹത്തെ അവൻ വെളിപ്പെടുത്തുകയാണ്. തൻ്റെ ക്രൂശീകരണത്തിനു മുമ്പ് തൻ്റെ ശരീരം എന്തിനാണ് പകുത്തു കൊടുക്കുന്നതെന്ന് ലോകത്തോട് വെളിപ്പെടുത്തിയ സംഭവം പൗലോസ് അപ്പോസ്തലൻ തൻ്റെ ശൈലിയിൽ കൊരിന്ത്യർക്കെഴുതിയ ലേഖനത്തിൽ ഇവിടെ പറയുകയാണ്. ഇത് കർത്താവിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടി, കർത്താവിൻ്റെ വരവ് വരെയും ഇത് ചെയ്യണം. ഇത് വലിയൊരു ഓർമ്മയാണ്. ഒരു ചൈന സന്ദർശിച്ച മിഷണറി ഏതാണ്ട് 4 ക്രിസ്ത്യാനികൾ വളരെ രഹസ്യമായി കർത്താവിൻ്റെ അത്താഴം ആചരിക്കുന്നത് ശ്രദ്ധിക്കുകയുണ്ടായി. ആ മിഷണറി ഈ തിരുവത്താഴ ശുശ്രൂഷ ശ്രദ്ധിക്കുമ്പോൾ
അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെട്ട വളരെ അദ്ദേഹത്തെ സ്വാധീനിച്ചൊരു കാര്യമുണ്ട്. ഒരാൾ അപ്പം നുറുക്കി ഒരാൾക്ക് കൊടുക്കുമ്പോൾ സ്വീകരിക്കുന്ന ആൾ പറയും, ഐ റിമെമ്പർ, ഞാൻ ഓർക്കുന്നു. പാനീയം കുടിക്കുമ്പോഴും അവർ പറയും, ഐ റിമെമ്പർ, ഞാൻ ഓർക്കുന്നു എന്നവർ പറയും. ഞാൻ ഓർക്കുന്നു എന്ന് പറയുമ്പോൾ എന്താണ് വാസ്തവത്തിൽ ഓർക്കുന്നത്? കർത്താവിനെ ക്രൂശിലേക്ക് നയിച്ച എൻ്റെ പാപത്തിൻ്റെ ഭീകരതയെ ഞാൻ ഓർക്കുന്നുണ്ട്. നമുക്ക് വേണ്ടി നുറുക്കപ്പെട്ട, തകർക്കപ്പെട്ട ക്രിസ്തുവിൻ്റെ കഷ്ടപ്പാടിനെ, ക്രൂശീകരണത്തെ നാം ഓർക്കുന്നുണ്ട്. അങ്ങനെ കർത്താവിൻ്റെ സകല സഹനങ്ങളും ഓർത്തുകൊണ്ടാണ് തിരുവത്താഴത്തിലേക്ക് നാം വരുന്നത്. 4 പേർ അതീവ രഹസ്യമായി ആചരിക്കുമ്പോൾ അവർ സ്വീകരിക്കുന്ന ആ അപ്പവീഞ്ഞുകൾ സ്വീകരിച്ചുകൊണ്ട് അവർ ഹൃദയംഗമായി പറയുകയാണ്, ഞാൻ ഓർക്കുന്നു. ഈ ഓർമ്മ നമ്മോട് പങ്കുവയ്ക്കുന്നത് എന്താണ്? അതാണ് നമ്മുടെ ഇന്നത്തെ ചിന്താവിഷയം. യൂക്കറിസ്റ്റ്, ജീവദായക സ്നേഹം. യേശുവിൻ്റെ ജീവദായക സ്നേഹത്തെയാണ് ഈ ഓർമ്മ നമുക്ക് നൽകുന്നത്. നമുക്ക് നൽകുന്ന സത്യം അതാണ്. യേശു തൻ്റെ ശരീരവും രക്തവും ദാനം ചെയ്തതിനെ ഇത് ഓർക്കുകയാണ്. ആ ദാനം ദൈവസ്നേഹത്തിൻ്റെ വലിയൊരു പ്രതിഫലനമായിരുന്നു. തിരുവത്താഴം എന്ന കൂദാശയുടെ അർത്ഥം അപ്പവും വീഞ്ഞും ക്രിസ്തുവിൻ്റെ ശരീരരക്ത പ്രതീകങ്ങളായി മാറുന്നു എന്നതാണ്. ഈ തിരുവത്താഴത്തിലൂടെ എത്തരത്തിലുള്ളൊരു സ്നേഹമാണ് ലോകത്തിന് പങ്കുവയ്ക്കുന്നത്? യൂക്രിസ്റ്റ് ഒന്ന്, യൂക്രിസ്റ്റ് നമുക്ക് നൽകുന്ന ദൈവസ്നേഹത്തിൻ്റെ സന്ദേശം എന്താണെന്ന് ചോദിച്ചാൽ, യൂക്രിസ്റ്റ് അതിരുകൾ ഭേദിച്ച ദൈവസ്നേഹത്തിൻ്റെ അടയാളമാണ്. യൂക്രിസ്റ്റ് എന്താണ് ഞാൻ അങ്ങനെ പറയാൻ കാരണം? പെസഹ അന്നത്തെ ഇസ്രായേൽ ജനത മുഴുവനും അവരുടെ വീണ്ടെടുപ്പിനെ ഓർക്കുവാൻ, അവരുടെ വിമോചനത്തെ ഓർക്കുവാൻ വേണ്ടി എല്ലാ വർഷവും ചെയ്യുന്ന ഒരു ആചാരമാണ് ഇസ്രായേലിനെ സംബന്ധിച്ച ഒരു പെസഹ. എന്നാൽ ആ പെസഹ ക്രിസ്തു പുനരാവിഷ്കരിക്കുമ്പോൾ അതിൽ വന്ന ഒരു മാറ്റം എന്താണ്? ഇസ്രായേൽ ജനത മുഴുവനും തങ്ങളുടെ വീണ്ടെടുപ്പിനെ ഓർക്കുമ്പോൾ അത് ഒരു പരിധിയിലുള്ള സമൂഹത്തിൻ്റെ ഓർമ്മ മാത്രമാണ്. ഒരു ദേശപരിധിക്കുള്ളിൽ മാത്രമുള്ള ഒരു ജനതയുടെ, ഒരു വിഭാഗത്തിൻ്റെ മാത്രം ഒരു ഓർമ്മയായിരുന്നു പെസഹ. അത് അവർക്ക് സ്വാതന്ത്ര്യം നൽകിയതിൻ്റെ ഓർമ്മ മാത്രമായിരുന്നു. എന്നാൽ യേശു കർത്താവ് ആ പെസഹയെ ഒന്ന് പുനരാവിഷ്കരിക്കുമ്പോൾ ലോകത്തോട് വിളിച്ചു പറയുകയാണ്, ഈ പെസഹ ഒരു ജനതയ്ക്ക് വേണ്ടി മാത്രമുള്ളതല്ല, ലോകമെമ്പാടുമുള്ള സകല ജനതയ്ക്കും വേണ്ടിയുള്ള വലിയൊരു വിരുന്നാണ് എൻ്റെ പെസഹ. എൻ്റെ ശരീരവും എൻ്റെ രക്തവും ഞാൻ നൽകുന്നത് ഈ വലിയ അതിരുകളില്ലാതെ ലോകമെമ്പാടുമുള്ള സകല ജനത്തിനും തൻ്റെ ശരീരത്തെയും രക്തത്തെയും പകുത്തു കൊടുക്കുന്നതിൻ്റെ അടയാളമാണ് ഞാൻ ആചരിക്കുന്ന പെസഹ എന്നാണ് കർത്താവ് പറഞ്ഞത്. പ്രിയപ്പെട്ടവരെ, ഒരു പെസഹ ഒരു ജനതയുടെ, ഒരു ദേശപരിധിയുടെ ഉള്ളിലുള്ള സമൂഹത്തിൻ്റെ മാത്രമായിരുന്നുവെങ്കിൽ, ക്രിസ്തുവിൻ്റെ പെസഹ ലോകത്തിലെ സകല ജനത്തെയും സ്നേഹിച്ചതിൻ്റെ അടയാളമായിരുന്നു. അതിനൊരു അതിരു കൽപ്പിക്കാൻ പറ്റത്തില്ല. ആ പെസഹ അതിരുകളെ ഭേദിച്ച് ലോകത്തിലെ സകല മനുഷ്യനിലേക്കും ദൈവസ്നേഹത്തെ എത്തിക്കുന്നതിൻ്റെ അടയാളമായിട്ട് അത് മാറുകയാണ് ചെയ്യുന്നത്. അത് യൂക്രിസ്റ്റ് എന്ന് പറയുന്ന ക്രിസ്തുവിൻ്റെ വലിയ ത്യാഗത്തിൻ്റെ ഒരു പ്രതീകം കൂടെയാണ്. തൻ്റെ ശരീരവും രക്തവും നമുക്ക് വേണ്ടി നൽകിക്കൊണ്ട് ക്രിസ്തു നമ്മോടുള്ള അളവില്ലാത്ത സ്നേഹത്തെ വെളിപ്പെടുത്തുകയാണ്. ലോകത്തിലെ സകല മനുഷ്യരെയും ഈ സ്നേഹത്തിലേക്ക് ക്രിസ്തു ക്ഷണിക്കുകയാണ്. 2, ഈ യൂക്രിസ്റ്റിൻ്റെ പ്രത്യേകത എന്താണ്? യൂക്രിസ്റ്റ് സമത്വത്തിലേക്ക് നയിക്കുന്ന ഒരു വലിയ ദൈവസ്നേഹത്തിൻ്റെ അടയാളമാണ്. സമത്വത്തിലേക്ക് നയിക്കുന്ന ദൈവസ്നേഹത്തിൻ്റെ അടയാളം. ഒരേ അപ്പത്തിൽ നിന്ന് ഭക്ഷിക്കുകയും
ഒരേ പാനപാത്രത്തിൽ നിന്നും കുടിക്കുകയും ചെയ്യുന്നു. ഇതാർക്കാണ് യേശു കൊടുത്തത്? ആ പെസഹ വിരുന്നിൽ വെച്ച് യേശു തൻ്റെ ശരീരവും രക്തവും പകുത്തു കൊടുക്കുമ്പോൾ ആ കൂട്ടത്തിൽ ആരൊക്കെ ഉണ്ടായിരുന്നു? യേശുവിൻ്റെ ശിഷ്യഗണം തന്നെ വ്യത്യസ്ത സമൂഹമാണെന്ന് നമുക്കറിയാം. അതിൽ ചുങ്കക്കാരുണ്ടായിരുന്നു, മുക്കുവന്മാരുണ്ടായിരുന്നു. അങ്ങനെ വ്യത്യസ്ത സമൂഹം, വ്യത്യസ്ത ദേശങ്ങളിൽ പാർത്തിരുന്നവർ, വ്യത്യസ്ത തൊഴിൽ ചെയ്ത ഒരു സമൂഹമാണ്. അവരുടെ മുമ്പിലാണ് ഈ പെസഹ പകുത്തു കൊടുക്കുന്നത്. ഇതിൽ തന്നെ നാം ഒന്ന് ഓർത്തു നോക്കിക്കേ, അതിൽ ക്രൂശിന്റെ ചുവട്ടിൽ നിന്നും യേശുവിനെ ഉപേക്ഷിച്ച് ഓടിപ്പോകുന്ന സമൂഹമുണ്ട്. യേശുവിനെ തള്ളിപ്പറയുന്ന പത്രോസ് ആ കൂടെ ഇരിപ്പുണ്ട്. യേശുവിനെ ഒറ്റുകൊടുത്തതായിരിക്കുന്ന യൂദ അവിടെ ഇരിപ്പുണ്ട്. ഇവർക്കെല്ലാം യേശു തൻ്റെ സ്നേഹം പകർന്നു കൊടുക്കുകയാണ്. ഒറ്റുകൊടുക്കുന്ന യൂദയെ കർത്താവ് ഉപേക്ഷിച്ചില്ല. യേശുവിനെ തള്ളിപ്പറഞ്ഞ പത്രോസിനെ ആ മാളിക മുറിയിൽ നിന്നും പുറത്താക്കിയില്ല. യേശുവിനെ വിട്ട് ഓടിപ്പോകുന്ന ശിക്ഷഗണത്തെ നോക്കിക്കൊണ്ട് എൻ്റെ ശരീരവും രക്തവും ഞാൻ എങ്ങനെ നിങ്ങൾക്ക് പകുത്തു തരുമെന്ന് യേശു ചോദിച്ചില്ല. ആ മാളിക മുറി സകല മനുഷ്യരെയും ഒന്നായി കാണുന്ന, സകല സ്വഭാവമുള്ളവരെയും ഒന്നായി കാണുന്ന ഒരു ദൈവസ്നേഹത്തിൻ്റെ പ്രകമ്പനം കൊള്ളിക്കുന്ന അനുഭവമായിട്ട് ആ മാളിക മുറി മാറുകയാണ്. അങ്ങനെ ആ എല്ലാവരെയും സമന്മാരായി കണ്ടുകൊണ്ട്, ആരെയും ഉപേക്ഷിക്കാതെ യേശുവിൻ്റെ സ്നേഹത്തെ വെളിപ്പെടുത്തിയ അനുഭവമാണ് യൂക്രിസ്റ്റ് എന്ന് പറയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, യേശുവിനെ പത്രോസ് തള്ളിപ്പറയുമെന്നറിയാം. പക്ഷേ ആ പത്രോസ് തള്ളിപ്പറയുമെന്ന് മനസ്സിലാക്കിയിട്ട് പോലും ആ പത്രോസിനോട് പറഞ്ഞു, പത്രോസേ, നിനക്ക് വേണ്ടിയാണ് എൻ്റെ ശരീരരക്തം. യേശു അവസാനം ഒറ്റപ്പെട്ടു പോകുമെന്നറിയാം. ഈ കൂടെ നിൽക്കുന്ന ശിഷ്യഗണം മുഴുവനും ഓടി രക്ഷപ്പെടുമെന്നറിയാം. അവരോട് പറഞ്ഞു, നിങ്ങൾ എന്നെ ഉപേക്ഷിച്ചാലും എൻ്റെ ശരീരരക്തങ്ങൾ നിഷേധിക്കാൻ എനിക്ക് കഴിയില്ല. നിങ്ങൾക്ക് കൂടെ വേണ്ടിയാണ് എൻ്റെ ജീവൻ ഞാൻ അർപ്പണം ചെയ്തു തരുന്നത്. യേശുവിന് ഒറ്റുകൊടുത്ത യൂദ അവസാനം ആത്മഹത്യ ചെയ്തു എന്ന് നമുക്കറിയാം. പക്ഷേ യേശു അപ്പവീഞ്ഞുകൾ വാഴ്ത്തിയിട്ട് അതിൻ്റെ ആദ്യത്തെ കണ്ടം കൊടുക്കുന്നത് യൂദയ്ക്കാണ്. യൂദയാണ് അത് ഭക്ഷിക്കുന്നത് ആദ്യം. യൂദയോട് പറഞ്ഞത് എന്താണെന്നറിയാമോ? യൂദയെ, നിനക്കും കൂടെ വേണ്ടിയാണ് ഞാൻ മരിക്കുന്നത്. നീ മരണത്തിലേക്കോ നീ ആത്മഹത്യയിലേക്കോ പോകേണ്ട. നിന്നെ ഞാൻ സ്നേഹിക്കുന്നു. ആ സ്നേഹത്തെ യൂദ തിരിച്ചറിഞ്ഞിരുന്നുവെങ്കിൽ യൂദ ആത്മഹത്യ ചെയ്യേണ്ടി വരത്തില്ലായിരുന്നു. യൂദ അനുതാപത്തോട് മടങ്ങി വന്നിരുന്നെങ്കിൽ ആ യേശു യൂദയും കൂടെ സ്വീകരിച്ചേനെ. യൂദയ്ക്ക് പകരമായിട്ട് ഒരു മത്യാസിനെ തിരഞ്ഞെടുക്കേണ്ടി വരത്തില്ലായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഈ സ്നേഹം എത്ര വലുതാണെന്ന് ആലോചിച്ച് നോക്കിക്കേ. ഈ പെസഹ വിരുന്ന് എത്ര വലുതാണെന്നൊന്ന് ആലോചിച്ച് നോക്കിക്കേ. ഈ യൂക്രിസ്റ്റിൻ്റെ അർത്ഥം എത്ര വിശാലമാണെന്നും നാം ചിന്തിച്ചു നോക്കിക്കേ. കർത്താവ് എത്രയോ മഹത്തമായ ഒരു സ്നേഹമാണ് നമുക്ക് പങ്കിടുന്നത്. ലോകത്തിൽ തിരസ്കരിക്കപ്പെട്ട, തിന്മയിൽ ജീവിക്കുന്ന, പാപത്തിൽ ജീവിക്കുന്ന ഒരു മനുഷ്യനെ പോലും യേശു തള്ളിക്കളയാൻ ആഗ്രഹിച്ചില്ല. അനുതാപത്തോടുകൂടെ യേശുവിങ്കിലേക്ക് വരുന്ന, യേശുവിനെ സ്വീകരിക്കുന്ന സകല മനുഷ്യർക്കും താൻ അനുവദിച്ചു കൊടുത്ത ഒന്നാണ് ഈ യൂക്രിസ്റ്റ് എന്ന് പറയുന്ന തിരുവത്താഴം. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് യേശുവിൻ്റെ സ്നേഹം ഒരുപോലെ എല്ലാവർക്കും പകുത്തു കൊടുക്കുക. അതിൽ വലിയൊരു സമത്വമുണ്ട്, അതിൽ വലിയൊരു സ്വാഹോദര്യം നിലനിൽക്കുന്നുണ്ട്. അതിൽ കർത്താവ് തിന്മയാണെന്ന് പറഞ്ഞോ പാപിയാണെന്ന് പറഞ്ഞോ ഒരാളെ മാറ്റി നിർത്തുന്നില്ല. സകലരെയും വിശുദ്ധിയിലേക്ക് നയിക്കുന്ന വലിയൊരു സ്നേഹത്തിൻ്റെ വിരുന്നായിട്ട് കർത്താവ് അനുഷ്ഠിച്ച തിരുവത്താഴം മാറുകയാണ്. മൂന്നാമത് ഒരു ചിന്തയും കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കട്ടെ. മൂന്നാമത് എന്താണ് ഈ ദൈവസ്നേഹത്തിൻ്റെ പ്രത്യേകത? ദൈവസ്നേഹം അത് നൽകപ്പെടുന്നതിൻ്റെ യൂക്രിസ്റ്റ് ദൈവസ്നേഹം നൽകപ്പെടുന്നതിൻ്റെ അടയാളവും വീണ്ടും വീണ്ടും പകരപ്പെടേണ്ടുന്ന ഒരു സാക്രമെന്തും കൂടെയാണ്. ഇത് തുടർച്ചയായിട്ട് ചെയ്യേണ്ടതൊരു കാര്യം. ഈ സ്നേഹം ഒരിക്കലായി പകർന്നു കൊടുത്ത് അവസാനിപ്പിക്കേണ്ടതല്ല. എന്താണ് പറഞ്ഞത്? യൂക്രിസ്റ്റ് അനുഷ്ഠിക്കാൻ നേരത്ത്, തിരുവത്താഴം അനുഷ്ഠിക്കാൻ നേരത്ത് എന്താ പറഞ്ഞത്? ഞാൻ വീണ്ടും വരുവോളം ഇത് അനുഷ്ഠിക്കണം. നിങ്ങൾ കൂടി വരുമ്പോഴൊക്കെയും ഇത് നിങ്ങൾ
അനുഷ്ഠിക്കണമെന്നാ പറയുന്നത്. അങ്ങനെ നിങ്ങൾ ഈ അപ്പം തിന്നുകയും പാനപാത്രം കുടിക്കുകയും ചെയ്യും. കർത്താവ് വരുവോളം അവൻ്റെ മരണത്തെ പ്രസ്താവിക്കുന്നു. ക്രിസ്തുവിൻ്റെ വരവ് വരെയും ഈ ദൈവസ്നേഹത്തെ പങ്കിടണമെന്നാ പറയുന്നത്. അപ്പോൾ ഓരോ തിരുവത്താഴ് അനുഷ്ഠാനവും നമ്മോട് ആവശ്യപ്പെടുന്ന വലിയൊരു സത്യമുണ്ട്. എന്തെന്നറിയാമോ? നിങ്ങൾ സ്നേഹിക്കുക നിങ്ങളുടെ അയൽക്കാരനെ, നിങ്ങളുടെ സഹോദരനെ. നിങ്ങൾ ശത്രുവായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ നിങ്ങൾ സ്നേഹിക്കുക. സ്നേഹം ഉള്ളിടത്ത് ശത്രുവില്ലാതായിത്തീരുക. സ്നേഹമുള്ളിടത്ത് മിത്രത്വം മാത്രമേ ഉള്ളൂ, ശത്രുത അവിടെ ഇല്ല. ഈ യുക്രിസ്റ്റ് പറയുന്ന വലിയ സത്യമാണത്. ഒന്നാലോചിച്ച് നോക്കിക്കേ. തിരുവത്താഴം പങ്കുവെക്കപ്പെടുമ്പോൾ യേശു അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എന്താണ്? തന്നെ ഉപേക്ഷിച്ച്, തന്നെ ഒറ്റുകൊടുത്ത്, തന്നെ തള്ളിപ്പറയുന്ന ആ സമൂഹത്തിന് ദൈവസ്നേഹം പങ്കുവെക്കുകയാണ്. തൻ്റെ ശരീരവും രക്തവും യേശു കൊടുക്കുകയാണ്. കൊടുത്തിട്ട് പറയുക, എൻ്റെ വരവ് വരെയും ഇത് അനുഷ്ഠിക്കപ്പെടണം, ഇത് നിന്നു പോകാൻ പാടില്ല, നിങ്ങൾ കൂടി വരുമ്പോഴൊക്കെയും ചെയ്യണം. കൂടി വരുമ്പോഴൊക്കെയും ഈ തിരുവത്താഴം അനുഷ്ഠിക്കപ്പെടണമെങ്കിൽ പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ സ്നേഹവും നിരന്തരമായിട്ട് പകരപ്പെടേണ്ടതല്ലേ? നിരന്തരമായിട്ട് നമ്മൾ പങ്കുവെക്കേണ്ടതല്ലേ ഈ ദൈവസ്നേഹം? അതാണ് കർത്താവ് നമ്മോട് ആവശ്യം വരുന്നത്. കർത്താവ് പറയുന്ന സത്യം എന്താണെന്നറിയാമോ? തിരുവത്താഴം എന്ന് പറയുന്നത് ദൈവസ്നേഹത്തെ ലോകത്തിലേക്ക് പങ്കുവെക്കുന്നതിൻ്റെ അടയാളമാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ സ്നേഹത്തെ അടക്കി വെക്കരുത്. അത് പ്രദർശിപ്പിക്കണം, അത് പങ്കുവെക്കണം, അത് കൊടുക്കണം. കർത്താവ് വരുന്നവരെയും അത് പകർന്നുകൊണ്ടേയിരിക്കണം, അത് അവസാനിപ്പിക്കാൻ പാടില്ല. അതെ, യൂക്രിസ്റ്റ് എന്ന് പറയുന്നത് ജീവദായ സ്നേഹമാണ്. ആ സ്നേഹത്തിന് അതിരില്ല. ആ സ്നേഹത്തിൻ്റെ മുമ്പിൽ ശത്രുതയില്ല. ആ സ്നേഹത്തിൻ്റെ മുമ്പിൽ വേർവ്യത്യാസങ്ങളില്ല. എല്ലാവരും ഒരുപോലെയാ. അങ്ങനെ ഈ തിരുവത്താഴത്തിലൂടെ, ഈ പെസഹ ആചരിക്കുന്നതിലൂടെ ലോകത്തിലെ സകല മനുഷ്യർക്കും ദൈവസ്നേഹത്തെ നമുക്ക് പങ്കുവയ്ക്കാം. അതിനായി ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ.